ജേക്കബ് തോമസിന് എതിരായ CBIക്കെതിരെ സർക്കാർ ജേക്കബ് തോമസിനെതിരെ CBIയുടെ സത്യവാങ്മൂലം സംശയകരമെന്ന് സർക്കാർ നിലപാട് ഹൈക്കോടതിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്? സൗമ്യ, ഈ കേസ് ഏതായാലും വാദം കേൾക്കുന്നതിന് അടുത്ത മാസം 3 മാറ്റി അന്ന് അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ട് ഹാജരാകുകയും ചെയ്യും. ഇന്ന് കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ CBI ഇക്കാര്യത്തിലെടുത്ത നിലപാടിനെ സംശയാസ്പദം എന്നാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വിശേഷിപ്പിച്ചത്. കാരണം ഇത്തരമൊരു പരാതി ലഭിക്കുകയും സർക്കാർ തന്നെ ഒരു ഘട്ടത്തിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്തതാണ്. പക്ഷേ പരാതിക്കാരൻ ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ പേരിൽ മാത്രം CBI ഒരു പ്രത്യേക തരത്തിൽ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് മാത്രമല്ല, ഈ കേസ് CBIക്ക് കൈമാറി ഉത്തരവിടണം എന്നുകൂടി അന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരുന്നു. വളരെ അസ്വാഭാവികമായൊരു നടപടിയെന്ന് അന്ന് തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ഈ സംഭവം. കാരണം നമുക്കറിയാം, ഹൈക്കോടതിയിൽ നിരവധി കേസുകൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഹർജികൾ പല കേസുകളിലും വരുന്നുണ്ട്. അതിൽ സംസ്ഥാന ശ്രദ്ധ ആകർഷിച്ച പ്രമാദമായ അനവധി കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ CBI അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥരില്ല, അമിത ജോലിഭാരം തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് ആ കേസുകളൊന്നും ഏറ്റെടുക്കാനാവില്ല എന്ന കർശന നിലപാടാണ് മാറാടക്കം ഉള്ള കേസുകളിൽ CBI പലതവണ സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ജേക്കബ് തോമസിനെതിരായ പരാതി വരികയും അക്കാര്യത്തിൽ നേരിട്ട് ഹർജിക്കാരൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു പോലുമില്ല. അന്വേഷണമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിനിടയിൽ ഹൈക്കോടതി CBIയോട് നിലപാട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ, അറിയിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഒരു പ്രത്യേക തരത്തിലൊരു സത്യവാങ്മൂലം സമർപ്പിക്കുകയായിരുന്നു. ഏറ്റെടുക്കാൻ തയ്യാറാണ്, മാത്രമല്ല ഈ അന്വേഷണം CBIക്ക് കൈമാറി ഹൈക്കോടതി ഉത്തരവിടണം എന്നുകൂടി സ്റ്റാൻഡിംഗ് കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് വളരെ അസ്വാഭാവികമായ ഒരു നടപടി എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഇതിനെതിരെ സർക്കാർ നിലപാട് സ്വീകരിച്ചത്. മാത്രവുമല്ല, വളരെ അസ്വാഭാവികമായ ഒരു നടപടി എന്ന നിലയ്ക്കാണ് സർക്കാർ അഭിഭാഷകൻ അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കേസ് മാറ്റിവെക്കണം, അടുത്ത മാസം ഈ കേസ് മാറ്റിവെക്കണം. അന്ന് മാറ്റിവെക്കുന്ന ദിവസം അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ട് കോടതിയിൽ ഹാജരാകും എന്നും അറിയിക്കുകയായിരുന്നു. ഇതിനിടെ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ CBIയും ജേക്കബ് തോമസിനെതിരെ രംഗത്തെത്തി, CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ CBI ഇത്തരം ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തതിന്റെ പിറ്റേന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി മുഖേന ജേക്കബ് തോമസ് CBI ഡയറക്ടർക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഈ CBIയുടെ നടപടി അനുചിതമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത്തരം നടപടിയും ശരിയല്ല, സംശയാസ്പദം എന്ന് തന്നെയാണ്, അനുചിതമായൊരു നടപടി എന്ന് തന്നെയാണ് CBI ഇപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ വിഷയം, ജേക്കബ് തോമസിന്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും CBIയും രണ്ട് തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് CBI ഇക്കാര്യത്തിൽ മറ്റെന്തോ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന സംശയം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. CBI അത്തരത്തിലൊരു സത്യവാങ്മൂലം കൊടുത്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാണ് അടുത്ത കേസ് പരിഗണിക്കുമ്പോൾ അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ട് ഹാജരായി ഈ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സാലി, പ്രത്യേകിച്ച് ജേക്കബ് തോമസ് വിഷയത്തിൽ സമീപകാലത്തായി ഈ വിഷയം അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമം നടക്കുന്നു എന്നൊരു നിരീക്ഷണം പൊതുവിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് CBIയുടെ ഈ നിലപാടുകൾ എന്നത് സുപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന്, പ്രത്യേകിച്ച് ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൽ എങ്ങനെ ഒരു പ്രതിരോധിക്കാമെന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്? തോമസിനെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കേസിലോ മറ്റോ കൊടുക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖർ സംസ്ഥാനത്തുണ്ട്. അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെ നടത്തുന്ന കേസന്വേഷണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒട്ടനവധി ശത്രുക്കളുണ്ട്. അത് നിരവധി മേഖലയിൽ പ്രമുഖരായ മുൻ മന്ത്രിമാർ അടക്കമുള്ളവരാണ് എന്ന് നമുക്കറിയാം. അതിനിടെയാണ് ഈ TKM കോളേജിൽ അദ്ദേഹം ഏതാനും നാളുകൾ ഈ സർവീസിലിരിക്കെ അവധി അപേക്ഷ നൽകി TKM കോളേജിൽ അധ്യാപകനായി ജോലി നോക്കുകയും അതിന് വേതനം പറ്റുകയും ചെയ്തു എന്ന ആരോപണം ഉയർന്നത്. ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹം കൈപ്പറ്റിയിരുന്ന 1,60,000 രൂപ മടക്കി നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അന്ന് പറഞ്ഞിരുന്ന മറ്റൊരു പരാതി, അദ്ദേഹം
പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിരിക്കെ ലഭിച്ച വാഹനം ഈ അവധി സമയത്തും കോളേജിൽ പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ വാഹനത്തിന്റെ ലോഗ് ബുക്കും മറ്റും പരിശോധിച്ചപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ വാഹനം കോളേജിൽ പോകുന്നതിനോ ഈ അവധിക്ക് നിന്നിരുന്ന സമയത്ത് അദ്ദേഹം വാഹനം ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇത്തരം ഒരു കേസുമായി ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാർ ഈ കേസ് വന്നപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹാജരായി ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഈ കേസിൽ ഈ സംഭവത്തിൽ ജേക്കബ് തോമസ് എന്തെങ്കിലും തെറ്റ് ചെയ്തതായി സംസ്ഥാന സർക്കാരിന് തോന്നുന്നില്ല എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതിനിടെയാണ് വളരെ പെട്ടെന്ന് CBI അഭിഭാഷകൻ രംഗപ്രവേശം ചെയ്യുകയും ജേക്കബ് തോമസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലം നൽകുകയും ചെയ്ത് സ്വാഭാവികമായും CBIയുടെ നടപടി സംശയാസ്പദം എന്ന് തന്നെ അന്ന് തന്നെ ഞാൻ തിരികെ എത്താം. ശ്രീ ശിവൻ മഠത്തിൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ശിവൻ മഠത്തിൽ, ഈ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നിലവിൽ ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് CBIയുടെ നിലപാടുകൾ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. എങ്ങനെ നിരീക്ഷിക്കുന്നു ഇപ്പോഴത്തെ ഈ ഒരു സംഭവങ്ങളെ? അല്ല, എനിക്ക് തോന്നുന്നു ഇത് CBIയുടെ നിലപാട് ഒരിക്കലും സത്യസന്ധമാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ശ്രീ ജേക്കബ് തോമസിനെതിരെ അന്വേഷിക്കാൻ വേണ്ടി CBI താല്പര്യം കാണിച്ചിരിക്കുന്ന സംഭവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര ബാലിശമാണ് അവർ ഈ എടുത്തിരിക്കുന്ന നിലപാടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അദ്ദേഹം പോർട്ട് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് അവധിയെടുത്ത് ഒരു സ്വകാര്യ കോളേജില് അധ്യാപനം നടത്താൻ പോയി. സത്യത്തിൽ അധ്യാപനം നടത്തുന്നത് ഏറ്റവും ഒരു നോബലായിട്ടുള്ളൊരു പ്രവർത്തനമാണ്, പഠിപ്പിക്കുക അല്ലെങ്കിൽ അധ്യാപനാവുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ പരാതി വന്നപ്പോൾ സർക്കാർ അത് അന്വേഷിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ അത് അന്വേഷണം കഴിഞ്ഞിട്ട് നിർത്തിയതുമാണ്. അപ്പൊ ഇനിയിപ്പോ അതല്ല, അദ്ദേഹം ആ കാര്യത്തിൽ എന്തെങ്കിലും ചട്ടലംഘനമോ അല്ലെങ്കിൽ കേരള സർവീസ് ചട്ടം റൂളോ ഒക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്ത് CBI അന്വേഷിക്കാനാണ് മനസ്സിലാകുന്നില്ല. CBI എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന നിലയിൽ സംസ്ഥാന ഇന്റർ സ്റ്റേറ്റ് ഇഷ്യൂസ് ഉള്ള രാജ്യത്തെ മൊത്തം ബാധിക്കുന്ന സാമ്പത്തികമോ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങളോ അല്ലെങ്കിൽ ഈ രാജ്യദ്രോഹപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളോ ഒക്കെ നടത്തുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, മൊത്തത്തിൽ നാഷണൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന നിലയിൽ അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പ്രൈം ഏജൻസി ഇത്തരത്തിൽ വളരെ ഈ പറഞ്ഞ ഈ സംസ്ഥാനത്തിനകത്ത് തന്നെ ഒരുപക്ഷെ ഇപ്പൊ വിജിലൻസ് കോടതി മറ്റേതെങ്കിലും സംവിധാനങ്ങളോ തന്നെ ഇക്കാര്യത്തിലേക്ക് അന്വേഷിച്ച് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും മറ്റുമൊക്കെ നടപടിയെടുക്കാൻ സാധ്യതയുള്ളപ്പോൾ CBI മുമ്പോട്ട് വന്നിട്ട് ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ അവരുടെ സത്യസന്ധതയിൽ എവിടെയോ ഒരു സംശയം ബാക്കി നിൽക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഈ CBI ഉദ്യോഗസ്ഥർക്കെതിരെ ഇവര് സർക്കാർ ഗസ്റ്റ് ഹൗസുകൾ ഉപയോഗിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു കേസ് നടക്കുന്നു. അതിനെക്കുറിച്ച് FIR ഇടാൻ വേണ്ടിയിട്ട് വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ എനിക്ക് തോന്നുന്നു ജേക്കബ് തോമസിനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അതിൽ കൊടുക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമാണോ CBI ഇക്കാര്യത്തിലായത് എന്ന ഒരു സംശയം ബാക്കി നിൽക്കുന്നു. എന്തായാലും കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കെൽപ്പും പ്രാഗൽഭ്യവും ന്യായാധിപർക്കുണ്ട്. അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഈ CBIയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം CBIയുടെ ഭാഗത്ത് നിന്ന് അഭിഭാഷകൻ നൽകുമ്പോൾ ആ അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്രത്തോളം ഈ കാര്യത്തിൽ ഉന്നതരുടെ അല്ലെങ്കിൽ മുകളിലെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഒരു DGP റാങ്കിലുള്ള സംസ്ഥാനത്ത് ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് CBI എടുക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഉന്നത തലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടാണോ ഇത്തരം ഒരു നിലപാടെടുത്തതെന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. അതല്ല ഇവിടുത്തെ ലോക്കലായിട്ടുള്ള CBIയുടെ ഉദ്യോഗസ്ഥന്മാരും കൗൺസിലും ചേർന്ന് അവരുടെ അഭിഭാഷകനും ചേർന്ന് എടുത്ത നിലപാടാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും സത്യസന്ധതയോടുള്ള ഒരു നിലപാടല്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് ഗവൺമെന്റ് ആ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയും ശ്രീ ജേക്കബ് തോമസിനെ പോലെ സത്യസന്ധരായ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനുള്ള ധാർമ്മികവും നിയമപരവുമായ ബാധ്യത സർക്കാരിനുണ്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാർ കൃത്യമായി ആ കാര്യത്തിൽ നിലപാടെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. ശ്രീ ശിവൻ മഠത്തിലാണ് ഞങ്ങളോട് പ്രതികരിച്ച, വളരെ നന്ദി. ഇപ്പോൾ നിലവിൽ ജേക്കബ് തോമസിന് എതിരെ CBI എടുത്തിരിക്കുന്ന നിലപാടിനെ ഹൈക്കോടതിയിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സർക്കാർ ഉള്ളത്.